ശ്രീ മാത്യു കുഴൽനാടൻ MLA ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ മാത്യു കുഴൽനാടൻ, വളരെ വിചിത്രമായ ഒരു മറുപടി, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ആണ് ഈ ഒരു പ്രവൃത്തി അവിടെ നടക്കുന്നത് എന്നാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു വിഷയത്തിൽ വിശദീകരണം നൽകിയിട്ടുള്ളത്. പക്ഷെ അങ്ങനെ മാത്രം നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. അവിടെ ഇത്രയും ദിവസങ്ങളായി സമരം ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുകയാണ് തോട്ടപ്പള്ളിയിൽ. ഈ വിഷയം നേരത്തെ പൊതുസമൂഹത്തിന് ശ്രദ്ധയെ കൊണ്ടുവന്നിരുന്നു. അതായത് അവിടെ ഖനനാനുമതി ലഭിക്കുകയില്ല, അല്ലെങ്കിൽ ഖനനം ലഭിച്ചിട്ടില്ല എന്ന സാഹചര്യത്തിൽ അവിടെ നിന്നും മണലെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കുറുക്കുവഴിയായിട്ടാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രകാരം, അതായത് പ്രളയം ഒരു അവസരമാക്കി അതിന്റെ പേരില് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഓർഡർ പാസ് ചെയ്ത് അവിടുന്ന് ലക്ഷക്കണക്കിന് ടൺ മണ്ണ് ഇതിനോടകം തന്നെ മണൽ നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് ഖനനാനുമതിയോ, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഈ പ്രശ്നം നടത്തിയപ്പോൾ അവിടെ തോട്ടപ്പള്ളിയിൽ പോയി പ്രസംഗിച്ചോ പറഞ്ഞിരുന്നു, ഇതിന് നല്ല അവർ ഖനനത്തിന് കൊടുക്കുകയാണ്. കാരണം ഇതിപ്പോ ഒരു നിയന്ത്രണങ്ങളും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു റെഗുലേഷനും ഇല്ലാതെ, ഒരു സേഫ്റ്റി മെഷേഴ്സും കൂടാതെ വളരെ ലാഘവത്തോടു കൂടി ഏറ്റവും എളുപ്പത്തിൽ കരിമണൽ വാരി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അവസരം സർക്കാർ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. അതിന് ദുരന്ത നിവാരണത്തിന്റെ പേര് പറഞ്ഞു. ദുരന്ത നിവാരണത്തിന്റെ പേരിൽ താൽക്കാലികമായ നടപടികൾ സ്വീകരിക്കാന്നല്ലാതെ ഇതുപോലെ വർഷങ്ങളോളം മണൽ വാരിക്കൊണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെ അറിയാം. പക്ഷേ ഇത് പച്ചയായും അതിന് വേണ്ടിയിട്ടുള്ളൊരു അവസരം ഒരുക്കി കൊടുക്കുന്നതാണെന്നുള്ള കാര്യം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അത് തന്നെയാണ് ഇപ്പൊ കേന്ദ്ര സർക്കാരും സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്.